നമഃ ശിവായ. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ സമസ്ത വേദാർത്ഥ സംഗ്രഹ സംഭൂതം എന്ന് വിശേഷിപ്പിച്ചത് ശ്രീമദ് ഭഗവത്ഗീതയെയാണ്. കാരണം വേദാർത്ഥം അടങ്ങിയതാണ് നമ്മുടെ ഭഗവത്ഗീത. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഭഗവാന്റെ കഥയാണ് മഹാഭാരതം എന്ന് പറയുന്നുണ്ട്. കാർഷ്ണം വേദമിതം സർവം ശൃണ്യാത് യത് സമംഹിതം എന്ന സ്വർഗാരോഹണ പർവ്വതത്തിലും, അതുപോലെ തന്നെ കാർഷ്ണം വേദമിതം വിദ്വാൻ ശൃണ്യാത് ശ്രാവസ്തയാർത്ഥിത എന്ന ആദിപർവ്വതത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വേദവ്യാസ വിരചിതമായ മഹാഭാരതം കൃഷ്ണവേദം കൂടിയാണ് എന്നാണ്. രണ്ട് വിധത്തിൽ ഇതെടുക്കാം. ഒന്ന് കൃഷ്ണൻ്റെ വേദമാണ് എന്ന രീതിയിലും, രണ്ടാമത്തേത് വേദവ്യാസ വിരചിതമാണ് എന്ന രീതിയിലും എടുക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് മുഖ്യമായ അർത്ഥമായി നാം എടുത്താൽ നമുക്ക് മനസ്സിലാക്കുക. മഹാഭാരതം ജയം, അതുപോലെ തന്നെ മഹാഭാരതം, അതുപോലെ തന്നെ കൃഷ്ണവേദം, പഞ്ചമവേദം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ മഹാഭാരതം നമ്മോട് പറയുന്നത് എങ്ങനെയാണ് ധാർമ്മികമായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഭാരതീയ സംസ്കൃതി നമ്മുടെ ജീവിതത്തെ എവിടേക്കാണ് കൊണ്ടുപോകുക, മനസ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം നാം നയിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മുടെ സംസ്കൃതി നമ്മോട് പറയുന്നത്. അങ്ങനെയുള്ള സംസ്കൃതിയിൽ നമ്മുടെ ഭഗവത്ഗീതയിൽ പറയും, ഉദ്ധരേത് ആത്മനാത്മാനാം ന ആത്മാനവസാദേത് ആത്മേവ ഹ്യാത്മനോ ബന്ധു ആത്മേവ രുപുരാത്മനാഥ് എന്ന്. നമ്മുടെ മനസ്സിനെ നാം ഉയർത്തുകയാണെങ്കിൽ നാം തന്നെയാണ് നമ്മുടെ ബന്ധു. നേരെ മറിച്ച് നമ്മുടെ മനസ്സിനെ നാം താഴ്ത്തുകയാണെങ്കിൽ നാം തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ ശത്രുവും ബന്ധുവും ഒന്നും പുറത്തല്ല, മറിച്ച് അകത്ത് തന്നെയാണ്. മനസ്സിനെ ഉയർത്തുന്നവനാണ് നമ്മുടെ ബന്ധു എന്ന് പറയുന്നത് തന്നെയാണ് ബ്രഹ്മബിന്ദു ഉപനിഷത്തിൽ പറയുന്നതും. മനമേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം മുക്തൈ നിർവിഷയം സ്മൃതം എന്നും പറയുന്നുണ്ട്. മനസ്സാണ് ബന്ധങ്ങൾക്കും വിഷയങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നത്. നേരെ മറിച്ച് അങ്ങനെ നമ്മുടെ മനസ്സിനെ താഴ്ത്താതെ മനസ്സിനെ ഉയർത്തുകയാണ് വേണ്ടത്. ബന്ധങ്ങൾക്കും മോക്ഷത്തിനും കാരണം, മോഹക്ഷയത്തിന് കാരണമാകുന്നത് മനസ്സാണ്. അതിന് ഭഗവത് ചിന്തകൾ കൂടിയേ തീരൂ. അങ്ങനെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഭഗവാനെ തന്നെ നിത്യോപാസന ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഒരു ഉത്തമ പുരുഷനായി നമുക്ക് മാറുവാൻ കഴിയുകയുള്ളൂ. ഈ ശ്രേഷ്ഠ ഭാരതം എന്ന റിയാലിറ്റി ഷോ യുടെ 2ാം ഭാഗത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഓക്കെ, ഇനി അടുത്ത ആള് രാഹുൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്കറിയാം, അറിവിൻ്റെ കടക്കോൽ ഉപയോഗിച്ച് വേദമെന്ന സാഗരം കടഞ്ഞ് വേദവ്യാസൻ തയ്യാറാക്കിയ അമൃതാണ് മഹാഭാരതവും അതോടൊപ്പം തന്നെ ഭഗവത്ഗീതയും. ഭഗവത്ഗീത വേദാന്ത സാരമാണ്. മുക്തികോപനിഷത്തിൽ പറയും, വേദാന്തേ സുപ്രതിഷ്ഠോഹം വേദാന്തം സമുപാശ്രയ എന്ന്. ശ്രീരാമചന്ദ്രൻ ഹനുമാനോടായി പറയുന്നതാണ്. വേദാന്തത്തിലാണ് ഞാൻ പ്രതിഷ്ഠിതനായിട്ടുള്ളത്, അതുകൊണ്ട് വേദാന്തത്തെ ആശ്രയിക്കുകയെന്ന്. അതേ വേദാന്ത തത്വങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കും. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് നമ്മുടെ ഉള്ളിൽ ആത്മാവാണ് എന്ന്. എന്താണ് ഈ ആത്മാവ് എന്ന് ഭഗവത്ഗീത നമ്മോട് വ്യക്തമായി പറയുന്നു. അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മമുച്യത്തെ എന്ന് ഭഗവത്ഗീത പറയും. അതായത് നാശമില്ലാത്ത വ്യയമില്ലാത്ത ബ്രഹ്മമത്രേ ആത്മാവ് എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഭഗവാനാണ് നയിക്കുന്നത്. ആ മനസ്സിലേക്ക്, ഭഗവാൻ ചിന്തിച്ചു കഴിയുന്ന മനസ്സിലേക്ക് എത്ര വിഷലിപ്തമായ ചിന്തകൾ വന്നാലും അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് യോഗികൾ, സന്യാസിമാർ എന്നും ഊർധ്വമായ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ചിന്ത ഭാരതീയർക്ക് പകർന്നു തന്നത്. ഇത് രാമായണത്തിലും കാണാം, ഭഗവത്ഗീതയിലും കാണാം, മഹാഭാരതത്തിലും കാണാം, വേദങ്ങളിലും കാണാം. പിന്നെ മറ്റൊരു കാര്യം നാം ചിന്തിക്കേണ്ടത് ഭഗവത്ഗീതയിൽ പറയുന്ന ഈശ്വരോപാസനയെക്കുറിച്ചാണ്, ഭഗവത് നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കാരണം ലൗകിക സുഖങ്ങൾക്ക് പിന്നാലെ പായുന്നവരാണ് നാം. നമ്മളെപ്പോലും അറിയാതെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ അറിയാതെ ഈ മായയിൽ അഭിരമിച്ച് കഴിയുന്നവരാണ് നാം. പക്ഷേ ഈ മായയാണോ നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആധ്യാത്മിക ഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഭഗവത്ഗീത പറയും, തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമിന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം എന്ന്. ഹേ പാർത്ഥ, എൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പണ മനോഭാവത്തോടെ കഴിയുന്നവനെ ജനന മരണങ്ങളുടെ സാഗരത്തിൽ നിന്ന് ഞാൻ വേഗത്തിൽ ഉദ്ധരിക്കുന്നു എന്ന്. ഏതർത്ഥത്തിലെടുത്താലും നമുക്കുള്ള ഉപദേശമാണ് ഭഗവത്ഗീത. അത്
വേദാന്തർഗതമാണ്. വേദാന്തത്തിലെ സാരങ്ങൾ എടുത്തതാണ്. ഉപനിഷത്ത് തത്വങ്ങളെല്ലാം അതിലുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല.